ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉലുവ പിഴിഞ്ഞത്, ഉലുവ ജ്യൂസ് അല്ലെങ്കിൽ ഉലുവ കഞ്ഞി പല രീതിയിലും ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്തപ്പം അതിൽ ഈ ഉലുവ പിഴിഞ്ഞത് കുടിക്കണുണ്ടായിരുന്നു. അത് കണ്ടിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ്, കയ്പ്പുണ്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ഒരു ഓവർനൈറ്റ് ഉലുവ സോക്ക് ചെയ്ത് വെക്കണം. എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അളവിൽ നമ്മളത് സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പം നമ്മൾ കഴുകി നല്ല വെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ്ലി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 7-8 വിസിൽ വരുന്നവരെ നമുക്ക് വെക്കണം. അതിനായിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വിസിലൊക്കെ വെച്ച് സെറ്റാക്കി വെക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പകുതി തേങ്ങയാണ്. അപ്പോൾ ആ തേങ്ങ ചിരവി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതേപോലെ നമ്മളിവിടെ 3 കട്ട ശർക്കരയാണ് എടുക്കുന്നത്. അത് നമ്മൾ ഒന്ന് കുറച്ച് വെള്ളത്തിൽ മെൽറ്റാക്കി എടുക്കണം. അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ വാട്ടറി ആയിട്ട് വരണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ ഉലുവൊക്കെ 7-8 വിസിലൊക്കെ വന്ന് പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ആവി പോണ വരെയും അതിൽ വെച്ച് കുക്കാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് നമ്മളൊരു അരിപ്പയിലിട്ടിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക, അതിൻ്റെ ആ ഒരു പൾപ്പ് മുഴുവനായിട്ട് കിട്ടുന്ന പോലെ. അപ്പം നമുക്ക് ആ ഒരു പൾപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഉലുവ കുറച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ അടിച്ച് വെച്ചില്ലേ, അത് തേങ്ങാപ്പാൽ നമുക്ക് ഇതേ അരിപ്പയിൽ തന്നെ ഇട്ടിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ഈ ശർക്കര എത്രയും മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒന്നും കൂടി തണുപ്പിച്ച് കുടിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവാട്ടെ. ഇങ്ങനെ നമുക്ക് കുടിക്കാം. ഇത് മെയിനായിട്ടും കൊടുക്കുന്നത് പ്രസവശേഷം നമുക്ക് ഒരു മരുന്നായിട്ടാണ് കൊടുക്കുന്നത്. തണ്ടൽ വേദന ഇല്ലാണ്ടാവാനും അതുപോലെ പാല് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.